കടലിന്റെ നടുവിൽ ഒരു കണ്ടെയ്നറിൽ മിയ തന്റെ കുട്ടിക്ക് ജന്മം നൽകുന്നു. വിശപ്പടക്കാൻ വയ്യാതെ സ്വന്തം പ്ലാസന്റെ വരെ അവൾ പച്ചക്ക് കഴിക്കുന്നു. സ്പെയിനിൽ സിവിൽ വാർ കാരണം എങ്ങും അക്രമങ്ങൾ മാത്രം. സൈനികരിൽ നിന്ന് രക്ഷപ്പെടാൻ മൈക്കും തന്റെ ഗർഭിണിയായ ഭാര്യയും ചരക്ക് കണ്ടെയ്നറിൽ കയറി നോർവേയിലേക്ക് കുടിയേറാൻ ശ്രമിക്കുന്നു. എന്നാൽ വഴിമധ്യേ അവർ 2 കണ്ടെയ്നറുകളിലായി പിരിയുകയും മിയയുടെ കൂടെ സഞ്ചരിച്ച എല്ലാവരെയും സൈനികർ കണ്ടെത്തി വധിക്കുകയും ചെയ്യുന്നു. കപ്പലിൽ കയറ്റിവിട്ട മിയയുടെ കണ്ടെയ്നർ കൊടുങ്കാറ്റ് മൂലം മറിഞ്ഞ് നടുക്കടലിൽ അകപ്പെടുന്നു. വെള്ളം ഹോളുകളിലൂടെ ഉള്ളിലേക്ക് കയറുകയും തന്റെ വയറ്റിലെ കുഞ്ഞ് നിശ്ചലമാണെന്നും അറിഞ്ഞ മിയ ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ കുട്ടിയുടെ അനക്കം മനസ്സിലാക്കിയ അവൾ സൈനികർ പിടിച്ചുകൊണ്ടുപോയ തന്റെ പെൺകുഞ്ഞിനെ തനിക്ക് രക്ഷിക്കാനായില്ലെന്നും ഈ കുഞ്ഞിന് വേണ്ടിയെങ്കിലും തനിക്ക് ജീവിക്കണമെന്നും ദൃഢനിശ്ചയം ചെയ്യുന്നു. ശേഷം അവൾ കാണുന്നത് താഴെ കിടന്നിരുന്ന ഇൻസുലേഷൻ ടാപ്പ് വെച്ച് അടച്ചിരുന്ന ഹോൾസ് എല്ലാം തുറന്ന് വീണ്ടും വെള്ളം ഉള്ളിലേക്ക് വരുന്നതാണ്. കണ്ടെയ്നറിൽ 3 ബോക്സുകളിലായി പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സും ആൽക്കഹോളും ഹെഡ്സെറ്റും അവൾ കണ്ടിരുന്നു. അതിലെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൻ്റെ റബ്ബർ എടുത്ത് അവൾ ഹോൾസ് എല്ലാം അടച്ചു. ഒരു മെഷീനിൻ്റെ ഹോസ് എടുത്ത് വെള്ളം കോരി പുറത്തേക്ക് ഒഴിവാക്കി. ദിവസങ്ങൾ കടന്നുപോയി. പെട്ടെന്നൊരിക്കൽ നിക്കോയുടെ കോള് വരുന്നു. ഞാൻ സ്പെയിനിൻ്റെ മറ്റൊരു ഭാഗത്താണെന്നും ഞാൻ നിനക്കായി വരുമെന്നും അവൻ വാക്കുകൊടുത്തു. അവശേഷിച്ച ബർഗർ അല്പം കഴിച്ച് അവൾ വിശപ്പടക്കി. ശേഷം ശക്തമായ ഒരു കൊടുങ്കാറ്റും അതിനോടൊപ്പം തന്നെ ഡെലിവറി പെയിനും വന്നു തുടങ്ങി. അങ്ങനെ കണ്ടെയ്നറിൽ അവൾ ഒരു പെൺകുട്ടിക്ക് ജന്മം നൽകി. പ്ലാസെൻ്റ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു. കുട്ടിയെ സേഫായി ബോക്സിൻ്റെ മുകളിൽ വെച്ച് താഴെ കിട്ടിയ ഡ്രിൽ ഉപയോഗിച്ച് അവൾ കണ്ടെയ്നറിൻ്റെ സീലിംഗ് തുറക്കാൻ ശ്രമിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. വിശന്നു വലിഞ്ഞ് അവൾ അവശനായി. ഒട്ടും പിടിച്ചു നിൽക്കാനാവാത്ത അവസ്ഥ വന്നപ്പോൾ സ്വന്തം പ്ലാസൻ്റ അവൾ പച്ചക്ക് കഴിച്ചു. സീലിംഗ് അടർത്തിയ മിയ കണ്ടെയ്നറിന് പുറത്ത് കുട്ടിയുമായി വന്നിരിക്കുകയും കണ്ടെയ്നർ ബോക്സിൽ ഉണ്ടായിരുന്ന ഹെഡ്സെറ്റ് ഉപയോഗിച്ച് വലയായി മാറ്റി മീനുകളെ പിടിച്ച് ഭക്ഷിക്കുകയും ചെയ്തു. ഉണക്കാനായി വെച്ചിരുന്ന ഫോണിലേക്ക് നിക്കോ വിളിക്കുകയും തനിക്ക് വെടിയേറ്റെന്നും നിങ്ങൾ 2 പേരും സേഫായിരിക്കണമെന്നും പറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ട അവൾക്ക് കടൽക്കാക്കയെ കണ്ടപ്പോൾ കര അടുത്തെന്ന് മനസ്സിലായി. കുഞ്ഞിനെ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന വിധം പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് കൊണ്ട് ഒരു തൊട്ടിൽ ഉണ്ടാക്കുകയും അതിനോട് ചേർന്ന് ഒരു കയറിൽ അവളെ ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. കടൽക്കാക്കകളെ ആകർഷിപ്പിക്കാനായി പിടിച്ചു വെച്ച മീനുകളെ വഴിയെ എറിഞ്ഞു കൊടുക്കുന്നു. അതുവഴി വന്ന ബോട്ടുകാർ അവരെ രക്ഷിക്കുന്നു.